ബഹ്റൈനിലെ മുഹർക്കിലായി സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിലേക്കാണ് നമ്മുടെ യാത്ര. 1988 ഡിസംബർ 15 മുൻ രാജാവായിരുന്ന അമീർ ഷെയ്ഖ് ഇസാബ് ബിൻ സൽമാൻ അൽ ഖലീഫയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 20,000 സ്ക്വയർ മീറ്റർ ഫ്ലോർ സ്പേസിൽ വരുന്ന ഈ മ്യൂസിയത്തിൽ 6,000 വർഷങ്ങളുടെ ബഹ്റൈൻ ചരിത്രം പല രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. 1 ദിനാറാണ് ഇവിടേക്ക് എൻട്രി ഫീ വരുന്നത്. ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ ദിവസവും വന്നു പോകുന്നു. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ താഴെയായി ബഹ്റൈനിൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് കാണാൻ സാധിക്കും. മാർബിളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഗൂഗിൾ മാപ്പ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഓരോ സ്ഥലങ്ങളും അതിലെഴുതിയിരിക്കുന്നത് കാണാം. നമുക്ക് നമ്മുടെ സ്ഥലമൊക്കെ വളരെ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. റോഡിൻ്റെ പേര് വരെ അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ഫുൾ നമ്മുടെ ബഹ്റിൻ്റെ ഒരു മാപ്പാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് വ്യൂ ആണത്. ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോഴുള്ള അതേ വ്യൂ ആണ് ആ കാണുന്നത്. മ്യൂസിയത്തിനകത്തായി ആദ്യമായി നമ്മൾ കാണുന്നത് കുറേ ചുമർ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപുള്ള പല കഥകളും നമുക്ക് പറഞ്ഞു തരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ കുളങ്ങളെക്കുറിച്ചും ഇതിൽ ധാരാളം വിശദീകരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ മ്യൂസിയത്തിനകം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നും. അതുപോലെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നതും ഉപയോഗിച്ചിരുന്നതും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളെപ്പോലെ തന്നെയാണ് പണ്ട് കാലത്ത് ഇവർ ചെളി കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നത്. പനയോല കൊണ്ട് നിർമ്മിച്ച അടുക്കള ഉപകരണങ്ങളും പായകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പണ്ട് കാലത്തെ കത്തികൾ, വീടിൻ്റെ ഡിസൈനുകൾ എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ കാണാം. ഓരോ ചിത്രങ്ങളും ഓരോ കഥകളാണ് പറയുന്നത്. പഴയ വീടുകളുടെ മോഡലും അതിൻ്റെ ഡിസൈനും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒട്ടകത്തിൻ്റെ ചിത്രമാണത്. കടലിൽ മുത്തുകൊണ്ടുണ്ടാക്കിയ മാലകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പലതരം പാമ്പിൻ്റെ അസ്ഥികൂടങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കം ചെന്ന പലയിനം പാമ്പുകളാണ് അതൊക്കെ. അതുകൂടാതെ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളും ധാരാളം ഇതിനകത്തുണ്ട്. അതും ഒരുപാട് വർഷങ്ങൾ ചെന്ന അസ്ഥികൂടങ്ങൾ. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പറമ്പാണ്. ഇതിനകത്ത് ഫുൾ അസ്ഥികൂടങ്ങളാണ്. പലതരത്തിലുള്ള പല പ്രായത്തിലുള്ള അസ്ഥികൂടങ്ങൾ. അകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തലയോട്ടിയും ഒടിഞ്ഞു വാരി കിടക്കുന്ന അസ്ഥികൂടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയുമായ സ്കെൽറ്റിക് സിസ്റ്റം പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ പാർട്ടായിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്ത് ഈ ഏരിയയിലെല്ലാം വച്ചിട്ടുണ്ട്. ഇതെല്ലാം 100 വർഷങ്ങൾക്ക് മുൻപുള്ള അസ്ഥികൂടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഓരോ ശവക്കല്ലറകൾ പോലെ തിരിച്ച് ഓരോന്നിലും ഒരുപാട് തരത്തിലുള്ള, അതായത് പല പ്രായത്തിലുള്ള
അസ്ഥികൂടങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ ഇതിനിടയിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇതും ഒരു ശവക്കല്ലറയാണ്. ഇതിനകത്ത് ഒരുപാട് മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങളുണ്ട്. ആ ഭിത്തി പോലെ ഇരിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ എല്ലാം ഓരോ ബോൺസ് കാണാൻ സാധിക്കും. ആയിരത്തി 500 വർഷത്തോളം പഴക്കം ചെന്ന അസ്ഥികൂടങ്ങളാണ് ഇതൊക്കെ ചെറിയ കുട്ടികളുടെ അസ്ഥികൂടങ്ങളും ചെറിയ കുട്ടികൾ മുതൽ പല പ്രായത്തിലുള്ള അസ്ഥികൂടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ശവപ്പറമ്പിൽ വന്ന അതേ ഫീലാണ്. ഈ മ്യൂസിയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള കടൽ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ്. അവിടെ തലകുത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റും. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇത് പണ്ട് കാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന അവരുടെ ജീവിതമാണിത്. അവരുടെ വസ്ത്രധാരണ രീതിയും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും എല്ലാം അതുപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മനുഷ്യന്മാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെയാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ ഒരു വീടിൻ്റെ മുറ്റമാണെന്നേ തോന്നും. കോഴികൾ എന്തൊക്കെയോ കുത്തിപ്പെറുക്കി കഴിക്കുന്നു, കുട്ടികൾ കളിക്കുന്നു, സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നു, ഒരു സൈഡിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ കുട്ടികൾ ഖുർആൻ വായിച്ച് പഠിക്കുന്നു. ഇത് ട്രഡീഷണൽ രീതിയിലുള്ള ഇവരുടെ വസ്ത്രമാണ്. നമുക്കിവിടെ ഇത് ഇടയ്ക്കൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഇത് അവരുടെ ഒരു കല്യാണ ദിവസമാണ് കാണിച്ചിരിക്കുന്നത്. കല്യാണ പെണ്ണിനെ ഒരുക്കി എല്ലാവരും ചുറ്റിനും നിൽക്കുന്നു. താഴെ ഇതിൻ്റെ എല്ലാം പഴയകാല ഫോട്ടോസും വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് പ്രായമുള്ള ആൾക്കാർ ഒത്തുചേർന്നിരുന്ന് കഥകൾ പറയുന്ന സ്ഥലമാണ്. ഇപ്പോഴും നമുക്ക് ബഹറിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇത് പണ്ട് കാലത്തെ പത്തായപ്പുരയാണ് കേട്ടോ. ഇവിടെ പണ്ട് കാലത്ത് ആളുകൾ തുണികൾ തുന്നി ഉപയോഗിച്ചിരുന്നതിൻ്റെ പല വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്വന്തമായി തുന്നി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ. ഇവിടെ നിൽക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകും. നല്ല ഭംഗിയിലുള്ള വസ്ത്രങ്ങളാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. പണ്ട് കാലത്തെ കുടിലുകളാണ് ഈ കാണുന്നത്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് കടകളാണ് കേട്ടോ. ഇതൊരു ടീ ഷോപ്പാണ്. ടീ ഷോപ്പിൻ്റെ സൈഡിൽ ശീശ വലിക്കുന്ന അപ്പച്ചനെ കാണാം. തൊട്ടപ്പുറത്ത് ഒരപ്പച്ചൻ നിന്ന് ചായ ഇടുന്നുണ്ട്. ഇവിടെ ചായ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത കടയാണിത്. ഇത് ഒരു ചെരുപ്പ് കടയാണ് കേട്ടോ. ചെരുപ്പൊക്കെ തയ്ക്കാനും അങ്ങനെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കുന്ന കടയാണ് ഇത്. കുറച്ച് നട്ട്സ്, ഫ്രൂട്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഡേറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടയാണ്.
ഇവിടെ പഴയ തലയണകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പഞ്ഞി നിറച്ച് തലയണ ഉണ്ടാക്കുന്ന കടയാണെന്ന് കണ്ടിട്ട് തോന്നി. ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരപ്പൂപ്പനെ കാണാം. ഇത് ഒരു വീട്ടിൻ്റെ അകവശം പോലെയുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ്, തൊട്ടടുത്തൊരു സ്ത്രീ. ഇത് ബോട്ടിൽ മീൻ പിടിക്കാൻ പോയ കുറേ ആളുകളാണ്. കടലിനടിയിൽ നിന്ന് മീനല്ല, മുത്താണെന്ന് തോന്നുന്നു. ഇതൊരു പവിഴദ്വീപാണല്ലോ, പവിഴം വാരുന്നതാണോ എന്ന സംശയമുണ്ട്. ഇവിടെ ഒരു വീട് സെറ്റിട്ടിരിക്കുന്നതാണ് കേട്ടോ ആ കണ്ടത്. ഇത് കൊട്ടയും വട്ടിയും ഒക്കെ നെയ്തുണ്ടാക്കുന്ന ഒരപ്പൂപ്പൻ. ഇവിടെ വള്ളം തുഴയാൻ പോകുന്ന മറ്റൊരപ്പൂപ്പൻ. ഇവിടെ മീൻ വിൽക്കുന്ന കടയാണിത്. തൊട്ട് ബാക്കിലായി പുള്ളിയുടെ വൈഫാണെന്ന് തോന്നുന്നു നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ പവിഴദ്വീപിലെ പവിഴം വരുന്ന ചെപ്പ്. പവിഴം പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തോടാണ് ഇത് കാണുന്നത്. ഈ ഫോട്ടോസിൽ അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ പേൾ. പേൾ കൊണ്ടുള്ള മാലകളാണ് ഈ കാണുന്നത്. പവിഴദ്വീപിലെ പവിഴമുത്തുകൾ, അതാണ് ശരി. മുത്തുകൾ വരുന്ന ചിപ്പയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതിൻ്റെ അകവശത്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ജെസ്കി റൈഡുകളും ബോട്ടിങ്ങും ഒക്കെ ധാരാളമുണ്ട്.